ആരും വന്നു വന്നില്ലടാ, ഞായറാഴ്ച അല്ലയോ, എവിടുന്നേലും തെണ്ടിപ്പറക്കി ഇപ്പൊ വരുമായിരിക്കും. ഫോൺ എടുത്താ സേതുവിനെ ഒന്ന് വിളിച്ചു. എവിടാടാ? എത്രയോ? ആടാ വരുന്നുണ്ട് കേട്ടോ. കുപ്പി എടുത്തോ? കുപ്പി എടുക്കാൻ പൈസ എന്തി അറിയാമോ? ഫുള്ളാന്ന് എടുക്കണ്ടേ? ഷെയർ ആയ സ്ഥിതിക്ക് എന്നാ പിന്നെ സാധനം എടുക്കാം. ഷെയറായി. അതെ, ഏതാ സാധനം എടുക്കേണ്ടത് മാത്രം പറഞ്ഞാൽ അനീബി എടുക്കാം. ബ്രാൻഡി മതി. 1050 രൂപ. എംഎച്ചെങ്കിൽ എംഎച്ച് ടച്ചപ്പ് മന്തി പിടിക്കാം. 50 കുണവേ അവന് ചന്തി. അല്ല, മാസാവസാനമല്ലേ, അതുകൊണ്ട് 1-ാം തീയതി അണ്ണ ഇവിടെ ഇല്ലായിരുന്നല്ലോ. അവൻ 1-ാം തീയതി പോലെ 30-ാം തീയതി വരെ അവനങ്ങ് മാസാവസാനമാണ്. അല്ല, എന്റെ കാശുള്ളപ്പോൾ നിങ്ങൾ വിളിക്കത്തില്ലല്ലോ, ഞാൻ എന്തോ ചെയ്യാനാ? വിളിച്ചതാണ്ടാ ഭയങ്കര. അല്ല, ഇവരൊരു കാര്യമുണ്ട്, എന്തുവാലും 50 രൂപ ഉള്ളൂ. 50 രൂപയ്ക്ക് മുകളിലില്ല. പെട്ടു അടിക്കുന്ന 50, ഷെയർ ഇടുന്ന 50, ഫുഡിന്റെ ഷെയർ 50, എല്ലാം 50. നമുക്ക് സാധനം മേടിക്കാം. എന്തൊക്കെ പൂച്ച വല്ലതും പറ്റിയോടെ പോട്ടോടാ? പൂച്ചേ എന്തോ ഇനി സൗണ്ട് കേൾക്കുന്നു. തോന്നിയായിരിക്കും. മീൻ മേടിക്കാം. അയ്യേ, മീനും ഉണക്കമീൻ നല്ല ഇത് പഴുങ്ങഞ്ഞാണ് നമ്മള് മധുരിക്കാൻ വന്നേടാ. സൗണ്ട് ഉണ്ടാക്കുന്നത് നീയല്ലേ ഇപ്പൊ കരഞ്ഞേ? അതെ അതെ, നീ അറിയാം. നിന്റെ ഇവിടുന്ന് സൗണ്ട് കേട്ടോ. സീരിയസ്ലി ഇവനാ കരഞ്ഞ, ഞാൻ കണ്ടോ? അതെ, രാവിലെ അച്ഛനെയും കൂടെ വീട്ടിലെ പൂച്ച ഒന്ന് കടിച്ച്. എന്നിട്ട് എങ്ങനെ അടിക്കും? അതിനുശേഷം ഇതാ അവസ്ഥ. അച്ഛൻ സേഫാ, അച്ഛനോടൊപ്പം അച്ഛൻ സേഫാ. അച്ഛൻ വീട്ടിലുണ്ട്, സേഫാ. നീ ഹോസ്പിറ്റലിൽ പോയില്ലേ? പോണം. നീ ഇതിന് കരയുന്നെന്തിനോ? ടെൻഡൻസി വരുന്നതാ. ഇത്ര നേരം സൗണ്ട് ഉണ്ടാക്കി ഇവിടുന്നായിരുന്നു. അത് നീ വന്നു പോകുന്നതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ആശുപത്രി പോണം. ആരാടാ? ഹലോ, എന്ത് പറ്റി? ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് ആരുണ്ട് അവിടെ? ആ ശരി, ഞാനിപ്പോ അവനെ കൊണ്ട് വരാം. എന്താണ് അച്ഛൻ അച്ഛൻ്റെ മണ്ടയ്ക്ക് എലിയാൻ കടിച്ചു കുടിച്ചോണ്ടിരിക്കുന്നു. അല്ല, വണ്ടി ഒത്തിരി വരാം.